ഹായ് ഗൈസ്, അങ്ങനെ നമ്മൾ പാർട്ട് ടൈം ജോലി നോക്കാൻ വേണ്ടി പോവുകയാണേ. അപ്പം ഞാൻ ഓൾറെഡി 2-3 സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു ജോബ് സെറ്റായതായിരുന്നു. പക്ഷേ എന്തോ കുറച്ച് ഇഷ്യൂ അവരുടെ ഭാഗത്തുനിന്നുള്ള IT ഇഷ്യൂ കാരണം അത് സെറ്റാവുന്നില്ല. സോ ഞാൻ വീണ്ടും കുറച്ച് ജോബ്സും കൂടെ നോക്കാൻ വേണ്ടി പോകണം. ജോബ്സ് അല്ല, വേറെ കുറച്ച് സ്ഥലങ്ങളിലും കൂടെ ജോലി നോക്കാൻ പോകണം. അപ്പോൾ അത് നമുക്ക് എവിടെയൊക്കെയാണ് നോക്കാം. ഫസ്റ്റ് ഞാനിന്ന് പോകുന്നത് മിൽട്ടൺ കെയ്ൻസ് സ്റ്റേഡിയം അല്ല, മിൽട്ടൺ കെയ്ൻസ് മാളില്ലേ, അവിടെയാണ് പോകുന്നത്. കാരണം അവിടെ കുറേ കടകളും കാര്യങ്ങളും ഉണ്ട്. എൻ്റെ വീഡിയോ കുറച്ച് ക്ലിയർ ആണോ എന്ന് എനിക്കറിയത്തില്ല, കാരണം ലൈറ്റ് ഭയങ്കര കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഫസ്റ്റ് അവിടെയാണ് പോകുന്നത്. ഇവിടെ നിന്നൊരു ബസ് എടുത്തിട്ട് വേണം അങ്ങോട്ടേക്ക് പോകാൻ. അപ്പം നമുക്ക് അവിടെ ചെന്നിട്ട് ബാക്കി നോക്കാവേ. സൺഡേ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. നമുക്ക് ഇവിടുന്ന് മിൽട്ടൺ കെയ്ൻസിൽ നിന്ന് ഒരു ബസ് എടുത്തിട്ട് വേണം അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി. അത് X2 അങ്ങനെ X3 ഒക്കെയാണ്. അപ്പോൾ അത് നമ്മൾ മാപ്പിലേക്ക് നോക്കിയിട്ടാണ് കറക്റ്റായിട്ട് പോകുന്നത് കേട്ടോ. ഇപ്പോൾ ഇന്ന് റോഡൊക്കെ ക്രോസ് ചെയ്യാൻ അത്യാവശ്യം കുറച്ച് പണിയാണ്, കാരണം നല്ല തിരക്കുണ്ട്. എന്തായാലും നമുക്ക് പോയി നോക്കാം. സോ അങ്ങനെ നമ്മൾ ബസ് സ്റ്റോപ്പിൽ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ബസ് വരണം. 5 മിനിറ്റ് 8 മിനിറ്റൊക്കെ വ്യത്യാസമല്ല, താമസമുണ്ട് വരാൻ വേണ്ടി. അപ്പോൾ നമുക്ക് ബസ് വന്നിട്ട് കയറാവേ. അങ്ങനെ നമുക്ക് ബസ് കിട്ടി. നമ്മൾ മിൽട്ടൺ കെയ്ൻസ് മാളി വന്നേ. ഇനി നമുക്ക് ഇവിടെ ജോലി നോക്കാം. ഇവിടെ ഇഷ്ടംപോലെ കടകളുണ്ട് കേട്ടോ. ആരെങ്കിലും പാർട്ട് ടൈം നോക്കുന്നുണ്ട് ഇവിടെ വന്ന് നോക്കിയാൽ മതി. ഞാൻ ഇവിടെ വന്ന് കുറേ കടകളിലൊക്കെ കയറി ചോദിച്ചു കേട്ടോ പാർട്ട് ടൈം ജോലിയുടെ കാര്യം. പക്ഷേ മിക്കവർക്കും ഓൺലൈനിൽ കൂടെ നമ്മൾ അപ്ലൈ ചെയ്യണമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ സ്റ്റാഫിന് ഓൾറെഡി അറിയാൻ പാടില്ല വേക്കൻസി ഉണ്ടോ ഇല്ലയോ എന്ന്. പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഓൺലൈനിൽ നമ്മൾ അപ്ലൈ ചെയ്യണം. പക്ഷേ അങ്ങനെ പറഞ്ഞെങ്കിൽ പോലും നമ്മൾ മാക്സിമം എല്ലാ കടകളിലും കയറി ഇറങ്ങി ജോലിയുടെ കാര്യം ചോദിക്കണം കേട്ടോ. കാരണം ഓൺലൈൻ അല്ലാത്ത എവിടെയെങ്കിലും കിട്ടിയാലോ, എല്ലാം ഒരു ലക്കിൻ്റെ പുറത്താണ്. കിട്ടി പോയാൽ പോയി, അത്ര. അങ്ങനെ ഈ കടയിൽ നിന്ന് ഞാനൊരു ഡ്രിങ്ക് വാങ്ങിച്ചു കുടിച്ചു. അതിന് ശേഷം കുറച്ച് റെസ്റ്റ് അടിച്ചിട്ട് തിരിച്ച് വീട്ടിൽ പോവുകയാണെ. ഒന്നും ഇന്ന് കിട്ടിയില്ല, പക്ഷെ നമ്മൾ തോക്കില്ല. ഇനി വീണ്ടും ശ്രമിക്കുന്നതായിരിക്കും.